പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രികാലം പറയുവാനുള്ളത്, വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവഭയത്തോടെ, ആത്മാവിൽ ഒരുക്കത്തോടെ, ജഡത്തിലെ അഭിലാഷങ്ങളെല്ലാം മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ദുഷ്ടലോകത്ത് ദുഷ്ടതകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസ്തന്മാർ ഈ ഭൂമിയിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായപ്രമാണമനുസരിച്ച് കർത്താവ് നൽകുന്ന വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അതൊരു ധൈര്യമാണ്. ഏത് വിഷയത്തിനും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് ഘട്ടത്തിൽ കൂടെ ദൈവം നമ്മെ കടത്തി വിടുമ്പോഴും കർത്താവിൻ്റെ വാഗ്ദത്തമനുസരിച്ച് ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നാം ഈ ലോകത്തായിരുന്നാലും, പാപപങ്കുലമായ ലോകത്ത് നാം ആയിരുന്നാലും, പാപത്തിൻ്റെ കാഠിന്യം നമ്മിൽ ഏശാതെ വണ്ണം കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, സ്തോത്രം, ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി, സ്തോത്രം, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ആഗതമായി. ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ആയിരിക്കാം. നടപ്പിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, സംസാരത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിന്ന് നമ്മെ ഹല്ലേലൂയ ഓരോ ദിവസവും ആലോചന പറഞ്ഞ് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.